നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ കാർത്തിക ദീപങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ചയല്ലേ എല്ലാവരും വിളക്ക് കൊളുത്തിയത്. അപ്പോൾ ഇവിടെ ബുധനാഴ്ചയായിരുന്നു തമിഴ്നാട്ടിൽ എല്ലായിടത്തും. പക്ഷേ ഞാൻ വ്യാഴാഴ്ച തന്നെയാണ് വിളക്ക് കൊളുത്തിയത്. നിറയെ ദീപങ്ങൾ വ്യാഴാഴ്ചയാണ് കൊളുത്തിയത്. ഇവിടെ കാർത്തിക ഈ മാസം മൊത്തം വിളക്ക് കൊളുത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ ആ കാർത്തികേട്ടന്ന് സ്പെഷ്യലായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്യും. അന്ന് തൊട്ടിട്ട് 3 ദിവസം ചെയ്യും. അതായത് ബുധൻ, വ്യാഴം, വെള്ളി. ഞാൻ ഈ വ്യാഴാഴ്ചയാണ് കേട്ടോ ചെയ്തത്. എന്തായാലും വിളക്കൊക്കെ നിറയെ ഇങ്ങനെ കൊളുത്തി വെച്ച് നമ്മൾ എന്താ പറയുക, വീട്ടിലേക്ക് ആ മഹാലക്ഷ്മീനെ ആനയിക്കുക എന്നാണല്ലോ പറയുക. അപ്പോൾ ആ ഒരു ഇതൊക്കെ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. എല്ലാവരെയും മഹാലക്ഷ്മി നിറയെ അനുഗ്രഹിക്കട്ടെ, നിറവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വിളക്കൊക്കെ കണ്ട് ഇനി കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ ഇവിടെ ഒരു സൈക്ലോൺ വന്നില്ലായിരുന്നോ? തമിഴ്നാടൊക്കെ ചെറുതായിട്ടൊന്ന് അഫക്റ്റ് ചെയ്തേ. ആ സൈക്ലോൺ, അതായത് ദിത്വ എന്നുള്ള പേരിലുള്ള സൈക്ലോൺ വന്ന്, അതായത് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്ത ദിവസം ചെറുതായിട്ടൊന്ന് അഫക്റ്റഡ് ആയി വന്ന ദിവസമാണ് സാറ്റർഡേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് കണ്ടോ? ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഈ പോകുന്നത്. ശരിക്കും മൂടിക്കെട്ടി നല്ല തണുപ്പൊക്കെ ആയിട്ട് ഒരു കാലാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കടയിൽ ചെന്നപ്പം നിറയെ ഇതുപോലെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള സാധനങ്ങൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല, കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ട്രീ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണ്ടത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. ഈ കുഞ്ഞു ബുദ്ധ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വാങ്ങിയില്ല, വെക്കാനൊന്നും സ്ഥലമില്ല, കാരണം പാറു ഇതെല്ലാം എടുത്ത് ഉടച്ച് കളയും. അതിലും ഭേദം വാങ്ങിക്കാതിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഇതുപോലെ കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ ഉടക്കും കേട്ടോ. ഞാൻ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടേ പോവുള്ളൂ. പക്ഷേ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. 110 രൂപയായിരുന്നു ഈ 2 ഹെയർ ബാൻഡിന്. അപ്പം ഞാൻ എടുത്തില്ല. എനിക്കിഷ്ടപ്പെട്ടു സാധനം. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത്യാവശ്യമുള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഗ്രോസറി സാധനങ്ങൾ, നമ്മൾ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ പാറു ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവളോട് തന്നെ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണേ എടുപ്പിക്കുകയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിലേക്കാണ്. അതായത് ഒരു മസ്റ്റ് വിസിറ്റ് റെസ്റ്റോറൻ്റാണ്. ചെന്നൈ, തമിഴ്നാടും ഒക്കെ വന്നു കഴിഞ്ഞാൽ, ചെന്നൈ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ കയറിയിട്ടേ പോകാവൂ എന്ന് പറയും. ഇവിടുത്തെ ആ ഒത്തൻറ്റിക് ടേസ്റ്റ് നമ്മുടെ കേരളത്തിലേക്കുള്ള തലപ്പാക്കട്ടിയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. എന്തായാലും ചെന്നൈ എല്ലായിടത്തും ഒരേ ടേസ്റ്റാണ് കേട്ടോ. ഇത് സൂപ്പ് ചിക്കൻ സൂപ്പാണ്. മുളക ചിക്കൻ സൂപ്പ് എന്നാണ് ഇവിടെ പറയണേ. ഞാൻ സംശയിച്ചാണ് ഓർഡർ ചെയ്തത്, പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു സൂപ്പ് ഇവിടെ അല്ലാതെ വേറെ എങ്ങും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. ആസ് യൂഷ്വൽ ഞങ്ങളിവിടെ വന്ന ബിരിയാണി തന്നെയാണ് എപ്പോഴും പറയാറ്. ഞങ്ങൾ 3 പേരും ബിരിയാണി ഫാൻസാണ്. അപ്പോൾ പാറു ചിക്കനൊന്നും അങ്ങനെ കഴിക്കില്ല, പക്ഷേ ഈ റൈസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരു ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തത് അവിടെ, അതായത് ചിക്കൻ ബിരിയാണി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു മട്ടൻ ബിരിയാണിയും പിന്നെ ബിരിയാണിയുടെ റൈസ്, പ്ലെയിൻ റൈസും അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ വേറൊരു എക്സ്ട്രാ ചിക്കൻ ഓർഡർ ചെയ്തു. അതും ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൺഡേ ഞങ്ങളുടെ വീട്ടിലെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഇത്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഷൈച്ചേട്ടൻ കുറച്ച് നാളായി പറയണു പൊറോട്ട ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെ ഈ സൺഡേ നമ്മളെന്നാ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നാണ് ഷൈച്ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചില സൺഡേസൊക്കെ എന്നെ ഇങ്ങനെ ഫ്രീ ആക്കും കേട്ടോ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നത്തെ കറിയും പിന്നെ ഇന്ന് ബീഫാണ് ഉണ്ടാക്കണേ. അപ്പോൾ കറിയും പൊറോട്ടയും ഷൈച്ചേട്ടൻ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറി ഞങ്ങൾ 2 പേരും കൂടെയാണ് ഉണ്ടാക്കിയത്. പിന്നെ പൊറോട്ട ആൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എൻ്റെ ഒരു ഹെൽപ്പും ആൾ എടുത്തില്ല. ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് എവിടെയാണ് ഇരിക്കണേന്ന് അറിയാത്തതുകൊണ്ട് എടുത്തു കൊടുത്തു എന്നല്ലാതെ ബാക്കി എല്ലാം ഷൈച്ചേട്ടൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പാറുവും ഞാനും അടുത്ത് നിന്ന് പൊറോട്ട മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുവാണ് കേട്ടോ.
അങ്ങനെ ഷൈച്ചേട്ടന് പറ്റുന്ന പോലെയൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. വീഡിയോ ഫ്രണ്ടിൽ ഓൺ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നോക്കിയാട്ടോ ചെയ്യണത്. എന്തായാലും നമ്മളുടെ അറ്റംപ്റ്റ് എന്തായാലും സക്സസ് ആയിരുന്നു. ആൾ ഒരുപാട് തവണ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ചെയ്തത്. പിന്നെ കുറച്ച് ഓയിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മൈദയാണ്. അത് കാരണം എപ്പോഴും നമുക്കിതൊന്നും ട്രൈ ചെയ്യുമില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ. എന്തായാലും നമ്മുടെ തമിഴ്നാട്ടിൽ ബൺ പൊറോട്ടയൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിൽ കേരള പൊറോട്ട സ്റ്റൈല് ഇവിടെ കിട്ടുമെങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ബൺ പൊറോട്ട ചില സ്ഥലത്തെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത്. പൊറോട്ടയൊക്കെ നമ്മൾ ഉച്ച സമയത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. രാത്രിയൊക്കെ ഒട്ടും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത പോലെ തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾ ഉച്ചയ്ക്കാണ് ട്രൈ ചെയ്ത് ഉണ്ടാക്കി കഴിക്കണേ. 3 മണിയോളമായി നമ്മൾ കഴിക്കാനായിട്ട് റെഡിയായി വന്നപ്പോൾ. കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്തായാലും സക്സസ് ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിത് ചുട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചുട്ടെടുക്കുവാണ്. ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ഓയിൽ ഡിസ്പെൻസർ വാങ്ങിച്ച സമയത്ത് ഇതുപോലെ പല വീഡിയോസിലും കണ്ടിട്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി കേട്ടോ. അപ്പം ഈ സ്പ്രേയും കൂടെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്കിപ്പം ഞാൻ എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയറിലും എനിക്ക് ഓരോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ ഞാനിതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ചപ്പാത്തി ചുടുമ്പോൾ അങ്ങനെ ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. അവസാനം പൊറോട്ട കടയിൽ അടിക്കുന്ന പോലെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഒന്ന് ഞെരടി ഒന്ന് റെഡിയാക്കുകയാണ് അതിനെ, ആ ഒരു ലെയറൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോടുകൂടെ തന്നെ അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചെയ്യാനായിട്ട്. ആൾക്കങ്ങനെ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. പക്ഷേ ചെയ്ത് പരിചയമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് 1-2 എണ്ണം 2-3 എണ്ണം വെച്ച് ചെയ്തപ്പോൾ ഷൈച്ചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ചെയ്യണ്ടായിരുന്നു, 2-3 എണ്ണം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബിരിയാണി കഴിക്കാം. ബിരിയാണി അല്ല, നമ്മുടെ പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവുകയാണ്. മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന സാധനം. എന്തായാലും നമ്മുടെ ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഫേവറേറ്റ് ഒന്നുമല്ല. പക്ഷേ വീട്ടിൽ ഉണ്ടാക്കിയ പൊറോട്ട ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കണേലും ഒരു പടി മേലെ തന്നെയായിരുന്നു ഷൈച്ചേട്ടൻ്റെ പൊറോട്ട. അപ്പോൾ ഞാനും പാറും ഒക്കെ ആസ്വദിച്ച് തന്നെ കഴിച്ചു കേട്ടോ. പാറുവിനും ഇഷ്ടമാണ് പൊറോട്ട. നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. നല്ല ചൂട് പൊറോട്ട നമ്മുടെ നാട്ടിൽ വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ചുരുക്കം തന്നെ ഉള്ളൂ. വല്ലപ്പോഴൊക്കെ ആവാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ചു. അടിപൊളി സൺഡേ ആയിരുന്നു കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഫുഡായിരുന്നു. കാരണം നല്ല തണുപ്പുമൊക്കെ ആയിരുന്നു പുറത്ത്. അപ്പോൾ ആ തണുപ്പത്ത് നമ്മൾ വീട്ടിൽ TV ഒക്കെ കണ്ടിരുന്ന് പൊറോട്ടയൊക്കെ കഴിച്ച്. അപ്പോൾ ഞങ്ങളുടെ കറി ഇതാട്ടോ, ഒരു ബീഫ് റോസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ പൊറോട്ട ആയതാണ് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ ബീഫിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടാറില്ല. എന്തായാലും കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി. അതുകൊണ്ട് തന്നെ എപ്പോഴും വാങ്ങിക്കാറൊന്നുമില്ല. വല്ലപ്പോഴുമാണ് ബീഫ്, ചിക്കൻ അതൊക്കെ തന്നെയാണ് മീൻ. അങ്ങനെ ഞങ്ങളുടെ പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രീ ആവാമല്ലോ കിച്ചണിൽ നിന്ന്. നമ്മൾ ഹസ്ബൻഡും ചേർന്നിട്ട് ഇങ്ങനെ ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ കിച്ചണിൽ നിൽക്കുമ്പോൾ. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ. സാധാരണ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് വിട്ടിട്ട് പോകും. പക്ഷേ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളോ ഒക്കെ ഒരു കമൻ്റായിട്ട് കാണുമ്പോൾ ശരിക്കും വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് കേട്ടോ. മറക്കാതെ കമൻറ്റ് ചെയ്യണം. താങ്ക്